നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC എക്സാമിന്റെ ഫൈനൽ ലാപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കേരളം ഭരണരംഗം അല്ലെങ്കിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തെ ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നീ ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ് കാണുക. LDC ഫൈനൽ ലാപ്പ് എന്ന പ്ലേലിസ്റ്റ് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്ര? കേരളത്തിലെ തൊഴിലുറപ്പ് വേതനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇല്ല. ഏതാണ് ഇപ്പൊ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണെന്ന് അറിയാമോ? 346 രൂപയാണ്. എത്രയാണ്? 346 രൂപ. അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എത്രയാണ്? 100 ദിവസമാണ് അല്ലെ. 100 ദിവസത്തെ തൊഴിലാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉറപ്പു നൽകുന്നത്. ഇനി നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നോക്കാം അല്ലെ. MGNREGP, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ഈ സംഘടനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എവിടെയാണ് നമ്മൾ കേട്ടത്? വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ അല്ലെ. അപ്പൊ ഈ സംഘടന തന്നെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന എന്ന് ഓർത്തു വെക്കുക. MGNREGP ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ് അല്ലെ. അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആണ് MGNREGP ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിൽ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജീൻ ഡ്രസ്സയാണ്. ആരാണ്? ജീൻ ഡ്രസ്സയാണ്. ബെൽജിയംകാരനായ ജീൻ ഡ്രസ്സയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ്. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി ജീൻസ് ഒക്കെ ഇട്ടിട്ടാണ് തൊഴിലുറപ്പിന് പോയത് എന്ന് ഓർമ്മിച്ചാൽ മതിയല്ലോ. ജീൻസ് ആണ് ഡ്രസ്സ് അല്ലെ. ജീൻ ഡ്രസ്സ്, ജീൻസ് ഇട്ടിട്ടാണ് നമ്മൾ തൊഴിലുറപ്പിന് പോയത് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓർമ്മയായല്ലോ. അടുത്ത ചോദ്യം: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം എപ്പോഴാണ്? 2005 അല്ലെ. ഓർത്തു വെക്കണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. നമ്മുടെ വിവരാവകാശവും ഏത് വർഷമാണ്? 2005 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കത് രണ്ടും കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2006 ഫെബ്രുവരി 2-നാണ്. അതായത് 10ാം പഞ്ചവത്സര പദ്ധതി സമയത്ത്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും NREGP നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും NREGP നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോഴാണ്? 2008 ഏപ്രിൽ 1-നാണ്. അതുപോലെ തന്നെ NREGPയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2-നാണ്. ഗാന്ധിജിയുടെ ജന്മദിനമാണ് അല്ലെ ഒക്ടോബർ 2. അപ്പോ 2009 ഒക്ടോബർ 2-നാണ് NREGPയെ മഹാത്മാഗാന്ധിയുടെ പേരിട്ട് എന്താ ചെയ്തത്? നാമകരണം ചെയ്തത്. അതും ഒന്ന് ഓർമ്മിച്ചു വെക്കുമല്ലോ. 2001 സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതിയും അതുപോലെ തന്നെ 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും NREGP ലയിപ്പിച്ചു. അപ്പൊ ഇത് രണ്ടും PSC ചോദിക്കാറുണ്ട്. NREGP എപ്പോഴാണ്? 2004-ലാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതി 2001-ലാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഏതിൽ ലയിപ്പിച്ചു? NREGP, നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ചു അല്ലെ. അപ്പൊ MGNREGPയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാമപഞ്ചായത്താണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ് എന്നുകൂടി പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ പ്രസ്താവന:
ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ശരിയാണ് അല്ലെ. 100 ദിവസത്തെ തൊഴിലാണ് തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. ശരിയാണോ? സ്ത്രീകളെ മാത്രല്ല അല്ലെ, സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയല്ല അത്. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. 2005 പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത്. അത് നമ്മൾ പഠിച്ചു അല്ലെ. പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ്? 2005. നിലവിൽ വന്ന വർഷമാണ് 2008. അപ്പോ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ആൻസർ 1ഉം 3ഉമാണ് ശരി അല്ലെ. 1ഉം 3ഉം ശരി. മനസ്സിലായല്ലോ. MGNREGP കുറിച്ച് കുറച്ചുകൂടെ പോയിന്റ് നമുക്ക് പഠിക്കാം. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രീൻ ഇന്ത്യ എന്ന പദ്ധതിയാണ് അല്ലെ. ഗ്രീൻ ഇന്ത്യ എന്ന പദ്ധതിയാണ് MGNREGP ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. അടുത്ത പോയിന്റ്, MGNREGPയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ്. എന്താണ്? ജോബ് കാർഡ് നൽകും അല്ലെ. തൊഴിലുറപ്പിന് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തരും? ജോബ് കാർഡ് തരും. അത് ആരാണ് തരുന്നത്? ഗ്രാമപഞ്ചായത്താണ് തരുന്നത്. ഗ്രാമപഞ്ചായത്ത് തരുന്ന ജോബ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ നമുക്ക് 100 ദിവസത്തെ തൊഴിലിന് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. MGNREGP നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടും പാലക്കാടുമാണ്. ഏതാണ്? വയനാട്ടിലും പാലക്കാടിലുമാണ് ആദ്യമായി ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. അത് PSC ചോദിക്കാറുണ്ട്, ഓർമ്മിച്ചു വെക്കണം. ഇപ്പോ നിലവിൽ നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹരിയാനയാണ് അല്ലെ. ഹരിയാന 357 രൂപയാണ് അവർ നൽകുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിൽ നേരത്തെ പഠിച്ചു എത്രയാണ്? 346 രൂപയാണ്. അത് പുതുക്കിയ വേതനമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. പിന്നെ ഏറ്റവും കുറവ് വേതനം നൽകുന്നത് ആരാണ്? ഛത്തീസ്ഗഡും മധ്യപ്രദേശുമാണ്. 221 രൂപയാണ് ഛത്തീസ്ഗഡും മധ്യപ്രദേശും നൽകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നൽകുന്നത് ആരാണ്? ഹരിയാനയാണ്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഏറ്റവും കുറവ് വേതനം നൽകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ ലഡാക്ക് അല്ലെ. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്കിലുമാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കുറവ് വേതനം നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയായല്ലോ. ഇതുവരെ നമ്മൾ പഠിച്ചത് MGNREGP കുറിച്ചാണ്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ചാണ്. അതായത് NREGA അല്ലെ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ചാണ്. അപ്പൊ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ഏത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. മനസ്സിലായല്ലോ. അപ്പൊ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 2005 സെപ്റ്റംബർ 5 എപ്പോഴാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്? 2005 സെപ്റ്റംബർ 5 അപ്പൊ ഈ നിയമം പാസാക്കുന്ന സമയത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്ന സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാമാണ് അല്ലെ. ഈ നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 2006 ഫെബ്രുവരി 2 2006 ഫെബ്രുവരി 2 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. അടുത്ത പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്ര റൂറൽ ഡെവലപ്മെന്റ് വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് രഘുവംശ പ്രസാദ് സിംഗ് ആണ്. പ്രസ്താവനയിലെങ്ങാനും ചോദിച്ചേക്കാം. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഘടന അല്ലെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന തന്നെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്.
കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ നമുക്ക് തൊഴിലുറപ്പിലൊക്കെ അംഗങ്ങളാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് അല്ലെ? ആ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ്: 18 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്ത് ചെയ്യണം? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധിയോ അതുപോലെ APL BPL വിവേചനമോ ഒന്നുമില്ല അല്ലെ? തൊഴിലുറപ്പിന് പോകണമെങ്കിൽ നമുക്ക് 18 വയസ്സ് പൂർത്തിയായാൽ മാത്രം മതി. വേറെ അവിടെ ഡിമാൻഡ്സ് ഒന്നുമില്ല. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ രജിസ്ട്രേഷൻ അപേക്ഷിച്ച് 15 ദിവസത്തിനകം നമുക്ക് എന്ത് ലഭിക്കും? ആ തൊഴിൽ കാർഡ് ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് കാർഡ് ഉണ്ടല്ലോ, ആ ജോബ് കാർഡ് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കും? 15 ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ കുറഞ്ഞത് 14 ദിവസത്തേക്ക് തൊഴിലിന് അപേക്ഷിക്കണം. കുറഞ്ഞത് നമ്മൾ 2 ആഴ്ചത്തേക്കുള്ള തൊഴിലെങ്കിലും നമ്മൾ അപേക്ഷിച്ചിരിക്കണം. ജോലിക്ക് മുൻകൂറായും അപേക്ഷിക്കാം. അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനകം നമുക്ക് എന്ത് ലഭിക്കും? തൊഴിൽ ലഭിക്കും അല്ലെ? ജോലിക്ക് മുൻകൂറായി അപേക്ഷിക്കാം. അതുപോലെ അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനകം നമുക്ക് അവര് തൊഴിൽ തരുന്നതായിരിക്കും. ഇനി എന്താണ് വ്യവസ്ഥ? തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലം നൽകണം. അവര് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് എന്ത് തരണം? തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലം നൽകണം. 7 ദിവസം കൂടുമ്പോൾ കൂലി പരമാവധി 15 ദിവസത്തിനകം അല്ലെങ്കിൽ 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് നഷ്ടപരിഹാരം. 7 ദിവസം കൂടുമ്പോൾ നമുക്ക് കൂലി കിട്ടണം അല്ലെ? പരമാവധി 15 ദിവസത്തിനകമെങ്കിലും കൂലി ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നഷ്ടപരിഹാരത്തിന് കൊടുക്കാം അല്ലെ? നഷ്ടപരിഹാരം നമുക്ക് തരേണ്ടതായി വരും. അതുപോലെ തന്നെ ആകെ തൊഴിലിന്റെ 1/3 ഭാഗം സ്ത്രീകൾക്ക്, കുടുംബത്തിന് പരമാവധി 100 ദിവസം തൊഴിൽ, 5 കിലോമീറ്ററിനുള്ളിൽ ജോലി അല്ലെങ്കിൽ 10% അധികം കൂലി. ഇത് നിർബന്ധമായി പഠിച്ചു വെക്കണം. PSC ഒരു തവണ ചോദിച്ചതാണ്. 5 കിലോമീറ്ററിനുള്ളിലാണ് നമുക്ക് ജോലി തരേണ്ടത്. ഇനി അഥവാ 5 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമുക്ക് ജോലി തരികയാണെങ്കിൽ 10% അധികം കൂലി നമുക്ക് ചോദിച്ചു മേടിക്കാം അല്ലെ? നമുക്ക് ദൂരസ്ഥലത്തിലൊക്കെ പോകാൻ അതിന്റെ വേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് ചോദിച്ചു മേടിക്കാം എന്നതാണ് വ്യവസ്ഥ. അപ്പൊ ഇത്രയും ഡിമാൻഡ്സ് അല്ലെ, വ്യവസ്ഥകളും അവകാശങ്ങളും തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണം. എന്തൊക്കെയാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലാണ് അപേക്ഷിക്കേണ്ടത്. 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടും. കുറഞ്ഞത് 2 ആഴ്ചത്തേക്കുള്ള ജോലിക്കെങ്കിലും നമ്മൾ അപേക്ഷിക്കണം. 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ജോലി ലഭിക്കും അല്ലെ? അതുപോലെ 7 ദിവസം കൂടുമ്പോൾ നമുക്ക് കൂലി ലഭിക്കണം. ഇനി അഥവാ ലഭിച്ചില്ലെങ്കിൽ 15 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. കുറഞ്ഞത് 100 ദിവസം ജോലി ലഭിക്കും. അതുപോലെ തന്നെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് നമുക്ക് ജോലി കിട്ടേണ്ടത്. അതിൽ കൂടുകയാണെങ്കിൽ 10% അധികം കൂലി നമുക്ക് മേടിക്കാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ എന്തൊക്കെയാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ: സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം എന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ് ആൻസർ? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന അല്ലെ? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നതാണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഷഹാരി എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ് അർത്ഥം അല്ലെ? ഷഹർ എന്ന് വെച്ചാൽ പട്ടണം അല്ലെങ്കിൽ നഗരം എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? IK ഗുജറാൾ ആണ് അല്ലെ? IK ഗുജറാൾ ആയിരുന്നു സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി. നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ പഠിച്ചല്ലോ. അത് പാസ്സാക്കുമ്പോൾ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് അല്ലെ? അദ്ദേഹമായിരുന്നു അപ്പൊ പ്രധാനമന്ത്രി. അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാം ആയിരുന്നു രാഷ്ട്രപതി. ഇപ്പൊ നമ്മൾ പഠിച്ച എന്താണ്?
സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി IK ഗുജറാൾ ആയിരുന്നു അല്ലെ, IK ഗുജറാൾ. അതുപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചു, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്ന് ഓർത്തു നോക്കിയേ, 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ, 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പൊ മാറിപ്പോരുത്. ഷഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത് എപ്പോഴാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? 1997 ഡിസംബർ 1-ന്. 1997 ഡിസംബർ 1-നാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത്. അപ്പൊ പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 75:25 ആണ്. കേന്ദ്രം 75%, സംസ്ഥാനം 25%. മനസ്സിലായല്ലോ? എന്നാൽ 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്കും സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 90:10 ആണ്. 7 സിസ്റ്റേഴ്സ് നമ്മൾ സപ്ത സഹോദരിമാർ എന്ന് പറയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് അല്ലെ, ആസാം, അരുണാചൽ പ്രദേശ് ഒക്കെ. അപ്പൊ അവർക്കും അതുപോലെ സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കുമൊക്കെ 90:10 എന്നാണ് കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം എന്ന് ഓർത്തു വെക്കുക. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതി ആയതുകൊണ്ടാണ് ഇതിനെ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് അറിയപ്പെടുന്നത്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നഗരങ്ങളിലെ തൊഴിലില്ലാത്തവർക്കും താഴ്ന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവങ്ങൾക്കും ലാഭകരമായ തൊഴിൽ നൽകാൻ ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നു. അപ്പൊ പദ്ധതിയുടെ ലക്ഷ്യം ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ തിരിച്ചറിയലിനും അതുപോലെ തന്നെ കോഓർഡിനേഷനുമുള്ള നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് CDS ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ആണ് CDS അല്ലെ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ആണ് ഈ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുടെ പദ്ധതി തിരിച്ചറിയലിനും കോഓർഡിനേഷനുമുള്ള നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ K വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര്. ഓപ്ഷൻസ് നോക്കുക. ആശാനികേതൻ, മിത്രനികേതൻ, ശാന്തി നികേതൻ, വിനോദ നികേതൻ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ B ആണ് ആൻസർ, മിത്രനികേതൻ അല്ലെ. മിത്രനികേതൻ എന്ന പ്രസ്ഥാനമാണ് ശ്രീ K വിശ്വനാഥൻ സ്ഥാപിച്ചത്. 2023 ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ ശ്രദ്ധിച്ചു പഠിക്കുക. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി K വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മിത്രനികേതൻ. മിത്രനികേതൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 1956-ലാണ്. അപ്പൊ നമ്മുടെ കേരളം നിലവിൽ വന്ന വർഷമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. മിത്രനികേതൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1956-ലാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് നോക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന 1982-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന പ്രതിമാസം 120 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായി സർക്കാർ നൽകുന്നത്. മൂന്നാമത്തെ പ്രസ്താവന ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 5 ലക്ഷത്തിൽ കുറവായിരിക്കണം. ആ പ്രസ്താവന തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയാണ് നമുക്കിവിടെ ആൻസറായി വരുന്നത്, അത് തെറ്റാണ്. നാലാമത്തെ പ്രസ്താവന കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വന്നത്? മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലെ. അപ്പൊ നമുക്ക് തൊഴിലില്ലായ്മ വേതനം പദ്ധതിയെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 120 രൂപ നൽകുന്ന പദ്ധതിയാണ് ഇത്, തൊഴിലില്ലായ്മ വേതനം പദ്ധതി. എത്രയാണ്? 120 രൂപ.
അതുപോലെ തന്നെ പദ്ധതി ആരംഭിച്ചത് 1982-ലാണ്. പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1982-ലാണ്. ഇനി ഈ തൊഴിലില്ലായ്മ വേതനം പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിനാവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് യോഗ്യതകൾ? 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷത്തെ രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര വർഷത്തെ സീനിയോറിറ്റി വേണം? 3 വർഷത്തെ സീനിയോറിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. എത്രയാണ്? 35 വയസ്സ്. SSLC വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യത. കുറഞ്ഞത് SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ വാർഷിക കുടുംബ വരുമാന പരിധി 12,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. വാർഷിക കുടുംബ വരുമാന പരിധി എത്രയാണ്? 12,000 രൂപയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഏതാണ് ആൻസർ വരിക? 5 ലക്ഷത്തിൽ കുറവായിരിക്കണം എന്നായിരുന്നു പ്രസ്താവന, അല്ലെ? അപ്പൊ 12,000 രൂപ മാത്രമാണ് വാർഷിക വരുമാന പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തൊഴിലില്ലായ്മ വേതനം പദ്ധതിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി, അല്ലെ? AAY അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അന്ത്യോദയ അന്ന യോജന പദ്ധതി വന്നപ്പം ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു, അല്ലെ? ഏതാണ് വർഷം? 2000 ഡിസംബർ 25. 2000 ഡിസംബർ 25-നാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി നിലവിൽ വന്നത്. അതായത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ഭരണത്തിലിരിക്കെയാണ് ഏത് വന്നത്? അന്ത്യോദയ അന്ന യോജന പദ്ധതി നിലവിൽ വന്നത്. എന്താണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം? പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഏത്? അന്ത്യോദയ അന്ന യോജന. അപ്പൊ AAY ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് എന്ന് ഓർത്തു വെക്കുക. എവിടെയാണ്? രാജസ്ഥാനിലാണ് AAY സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത്. ഈ പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ എത്രയാണ്? അരി 3 കിലോഗ്രാം, അതുപോലെ തന്നെ ഗോതമ്പ് 2 കിലോഗ്രാം ആണ്. അരി 3 കിലോഗ്രാമും ഗോതമ്പ് 2 കിലോഗ്രാമും. AAY പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ച ധാന്യത്തിന്റെ അളവ് 25 കിലോഗ്രാം ആയിരുന്നു. എന്നാൽ ഇപ്പോ, അതായത് 2002 ഏപ്രിൽ 1 മുതൽ 35 കിലോഗ്രാം ആണ് ഒരു AIY പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യത്തിന്റെ അളവ്. അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം എത്ര ധാന്യമാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിപ്പോ 35 കിലോഗ്രാം ആണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അന്ത്യോദയ അന്ന യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡാണ് അന്ത്യോദയ റേഷൻ കാർഡ്. ഏതാണ്? അന്ത്യോദയ റേഷൻ കാർഡ്. ആർക്കൊക്കെയാണ് അന്ത്യോദയ അന്ന യോജന കാർഡ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ, ഗ്രാമീണ മേഖലയിലെ കരകൗശല ജീവനക്കാർ, വിധവകളുടെ കുടുംബങ്ങൾ, HIV രോഗികളുടെ കുടുംബങ്ങൾ, ആദിമ ഗോത്ര വിഭാഗങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ള സ്ഥിര വരുമാനമില്ലാത്തവരും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഗുരുതരമായ രോഗങ്ങളുള്ളവർ എല്ലാം അന്ത്യോദയ അന്ന യോജന കാർഡിന് അർഹരാണ്. അപ്പൊ ഇതോടെ ഒന്ന് ഓർത്തു വെക്കുക. പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. അന്ത്യോദയ അന്ന യോജനക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫീസ് സൗജന്യമാണ്. അതോടെ ഒന്ന് പഠിച്ചു വെക്കുക. അന്ത്യോദയ അന്ന യോജനക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് സൗജന്യമാണ്, അല്ലെ? ഫീസ് ഇല്ല. അതുപോലെ തന്നെ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം പച്ചയാണ്. PSC ഉത്തരസൂചിക പ്രകാരമാണ് പച്ച. അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം PSC നൽകുന്ന ഉത്തരം ഏതാണ്? പച്ചയാണ്. കേരളത്തിലെ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് എന്നും ഓർത്തു വെക്കുക. കേരളത്തിലെ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. അപ്പൊ കേരളം ഭരണരംഗം എന്ന ഭാഗത്തെ തൊഴിലും ജോലിയും തൊഴിലാളികൾക്കുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്ന ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. PSC കഴിഞ്ഞ ആഴ്ച ഖാദി ബോർഡ് LDCയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മേഖലയിൽ നിന്നും. നമുക്ക് ആ ചോദ്യം കൂടി ഒന്ന് നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഓപ്ഷൻ നോക്കിയേ. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾ,
മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവൃത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി PSC ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഏതാണ് ആൻസർ വരിക? ഇവയെല്ലാം അല്ലെ, ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികളാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതൊക്കെ വരും? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, മൃഗപരിപാലനം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ, റോഡുകളുടെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകളും കൂടി ഉൾപ്പെടും. അപ്പൊ മനസ്സിലായല്ലോ, ഈ രീതിയിലാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നന്നായി പഠിക്കുക. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്